ഹായ് കൂട്ടുകാരെ, പ്രേയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചെടിയുടെ പേരാണ് എപ്പീഷ്യ. ഈ ഒരു ചെടിയുടെ കെയറിംഗ് ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇത് എൻ്റെ വീട്ടിലുള്ള ചെടിയുടെ കളക്ഷൻസ് ആണ്. എൻ്റെ കയ്യിൽ 2 കളക്ഷൻസ് ആണ് ഉള്ളത്. അതിൽ രണ്ടിലും നല്ല റെഡ് പൂക്കളാണ് ഉണ്ടായി കിട്ടുന്നത്. ഇതേപോലെ ഒരു കളർ ഉള്ളതാണുള്ളത്. ഇതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് ഒരു വെൽവെറ്റിൻ്റെ ഷെയ്ഡ് ഉള്ളതാണ്. നല്ലൊരു ഭംഗിയാണ്. തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു സോഫ്റ്റ് ആണ് ഇതിൻ്റെ ലീഫിനൊക്കെ ഉള്ളത്. പിന്നെ അതൊരു മറ്റൊരു വെറൈറ്റി ആണ്. ഇതിൻ്റെ ഇല കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പച്ചയും ഒരു വൈറ്റും കൂടെ ഇതായിട്ടുള്ളതാണ്. നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് സാധാ പോലെ ചട്ടിയിലത് ചെടികളൊക്കെ നട്ട് കൊടുക്കുന്നത് പോലെ നട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഇതേപോലെ ഹാങ് ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഇത് പോലെ ഇങ്ങനെ താന്ന് നിൽക്കുകയാണ് ചെയ്യാം. അത് താന്ന് നിൽക്കുന്ന അതിൻ്റെ ഒരു ചെറിയൊരു തണ്ട് മതി. നമുക്ക് ഇതേപോലെ എത്ര ചെടികൾ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരൊറ്റ ലീഫ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ അതൊരു ചട്ടിയിൽ ചെറിയൊരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ലീഫ് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു ചെടി നമ്മൾ ഓവർ വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കരുത്. അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾക്കും നമുക്ക് ഈ ചെടികൾക്കൊക്കെ സാരമായിട്ടുള്ള കേട് തന്നെ നശിച്ചു പോകാനുള്ള സാധ്യത തന്നെ ഉണ്ട്. ലീഫൊക്കെ നമുക്ക് ഇലകളൊക്കെ പഴുത്തിട്ട് ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇത് നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചകിരിച്ചോറും പിന്നെ മണ്ണ് പിന്നെ എല്ലുപൊടി ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നട്ട് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ സാധാ ചാണകപ്പൊടിയും അല്ലെങ്കിൽ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നട്ട് കൊടുത്താലും മതി. പിന്നെ നട്ട് കൊടുത്തിട്ട് നമ്മൾ ഓവർ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ ഈ മണ്ണൊന്ന് ഡ്രൈ ആയെന്ന് കാണുമ്പോൾ മാത്രം വേണം നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് ചെടിയെ നോക്കാനായിട്ട്. പിന്നെ ഞാനിത് ഒരു കവറിൽ മണ്ണ് നിറച്ചതിന് ശേഷം ഞാൻ ഇതേപോലെ കവറിനുള്ളിൽ ചെറിയ ഹോൾസ് വെച്ചിട്ട് ചെറിയ തണ്ട് ഇതിലേക്ക് കുത്തി കൊടുത്തിട്ടുള്ളതാണ്. അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും. അപ്പോൾ നമ്മൾ കവറിൻ്റെ മുൾഭാഗത്ത് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം വേണം പിന്നെ നമ്മൾ ആഴ്ചയിൽ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.